കാവടി യാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. സഖ്യകക്ഷിയായ JDU എതിർപ്പ് അറിയിച്ചതിനു പിന്നാലെയാണ് ലോക് ജനശക്തി പാർട്ടി നേതാവും എതിർപ്പ് പരസ്യമാക്കി വന്നത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കില്ലെന്നാണ് ചിരാഗ് പാസ്വാൻ BJPയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്നത് പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. സമൂഹത്തിൽ സമ്പന്നർ, ദരിദ്രർ എന്നിങ്ങനെ രണ്ട് വിഭാഗം നിലനിൽക്കുന്നു. എല്ലാ മതജാതി വിഭാഗക്കാരും ഈ ഗണത്തിലുണ്ട്. ഈ രണ്ട് വിഭാഗത്തിനുമിടയിലുള്ള വിടവ് നികത്തേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ദളിതുകളും പിന്നോക്കക്കാരും ഉന്നത ജാതിക്കാരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ദരിദ്രർക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ സർക്കാരുകൾക്കുമുണ്ട്. അവർക്കു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ എന്ത് വിഭജനമുണ്ടായാലും ഞാൻ അതിനെ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. മതജാതി വ്യത്യാസമില്ലാതെ എന്റെ പ്രായത്തിലുള്ള ഏത് അഭ്യസ്തവിദ്യരായ യുവാക്കളും ഇത്തരം സംഗതികളെ പിന്തുണയ്ക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ചിരാഗ് പാസ്വാൻ തുറന്നടിച്ചു. നേരത്തെ ഉത്തരവിൽ വിമർശനവുമായി BJP സഖ്യകക്ഷിയായ JDUവും രംഗത്തു വന്നിരുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയും കാവഡ് യാത്ര കടന്നുപോകുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഉത്തരവാണ് UPയിലുള്ളതെന്നാണ് മുതിർന്ന JDU നേതാവ് KC ത്യാഗി വിമർശിച്ചത്. യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിലും വലിയ കാവഡ് യാത്ര ബീഹാറിൽ നടക്കുന്നുണ്ട്. എന്നിട്ടും ഇത്തരം ഉത്തരവുകളൊന്നും അവിടെയും കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി പറഞ്ഞു നടക്കാറുള്ള സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് ഈ നിരോധനങ്ങൾ. ഈ ഉത്തരവ് ബീഹാറിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഒന്നും തന്നെയില്ല. ഇത് പുനഃപരിശോധിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. കാവടി യാത്ര കടന്നു പോകുന്ന പാതയോരങ്ങളിലെല്ലാമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്നായിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ വിവാദ ഉത്തരവ്. തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി നിലനിർത്താനാണെന്ന് പറഞ്ഞാണ് ഉത്തരവിറക്കിയത്. യാത്രാ റൂട്ടിൽ ഹലാൽ സർട്ടിഫിക്കേഷനോടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഉത്തരവിന് പിന്നിൽ യോഗിയുടെ സമ്പൂർണ്ണ പിന്തുണയാണുള്ളത്. ഏതായാലും വിവാദ ഉത്തരവിനെതിരെ വൻ വിമർശനവും ഉയരുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ് നടപടിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ വിഷയത്തിൽ കോടതികൾ സ്വമേധയാ കേസെടുക്കണമെന്ന് UP മുൻ മുഖ്യമന്ത്രിയും SP നേതാവുമായ അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടു. ഭരണകൂടത്തിന്റെ പിന്തുണയോടെ വംശഹത്യ നടപ്പാക്കാനുള്ള നീക്കമാണിതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും പറഞ്ഞു. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂത വ്യാപാരികളെ ബഹിഷ്കരിച്ചതിനെയാണ് യോഗി ഭരണകൂടത്തിന്റെ ഉത്തരവ് അനുസ്മരിപ്പിക്കുന്നതെന്ന് AIMIM തലവൻ അസദുദ്ദീൻ ഒവൈസിയും പ്രതികരിച്ചു. അബദ്ധത്തിൽ പോലും മുസ്ലിങ്ങൾ നടത്തുന്ന കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് എന്തിനാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് ബോളിവുഡിലെ പ്രമുഖ ഗാനരചയിതാവ് ജാവേദ് അക്തറും ചോദിച്ചു. കടകൾക്ക് മാത്രമല്ല, വാഹനങ്ങളും ഉടമകളും പേര് പ്രദർശിപ്പിക്കണം. എന്തിനാണിത്? നാസി ജർമ്മനിയിൽ ഇത്തരം ചില വിഭാഗക്കാരുടെ വീടുകളും കടകളും അടയാളപ്പെടുത്തി വെക്കാറുണ്ടായിരുന്നുവെന്നും ജാവേദ് അക്തർ പറയുന്നുണ്ട്. അതേസമയം നിർദ്ദേശം വിവാദമായതോടെ UP പോലീസ് പ്രസ്താവന ഇറക്കി. മതപരമായ വിവേചനം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. വിശ്വാസികൾക്ക് കൃത്യമായ സൗകര്യമൊരുക്കുക മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പോലീസ് പറഞ്ഞു. ശ്രാവണ മാസത്തിലെ കൻവർ യാത്രയിൽ വലിയ അളവിൽ വിശ്വാസികൾ പശ്ചിമ UP വഴി ഹരിദ്വാറിലെത്തി ജലം ശേഖരിക്കുകയും മുസാഫർ നഗർ വഴി കടന്നു പോവുകയുമാണ് ചെയ്തിരുന്നത്. അതേസമയം ജൂലൈ 22-നാണ് കാവടി യാത്ര തുടങ്ങുന്നത്. ആഗസ്റ്റ് 19 വരെ ഇത് നീണ്ടു നിൽക്കും. ഏതായാലും ഈ യാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ യോഗി സർക്കാർ മാറണം. അല്ലാത്ത പക്ഷം ഇത്തരം മണ്ടത്തരങ്ങളെല്ലാം ഇനിയും കേൾക്കേണ്ടി വരും.